Good evening, students. Welcome to a lecture series of quantum mechanics. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്റ്റൺ ഇഫക്റ്റ് വൺ ഓഫ് ദ ഫേമസ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ 20th century which clearly demonstrates the particle properties of the wave. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താ പറയുക, എനർജി ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ലൈറ്റിനെ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തത്. ഓരോ ഫോട്ടോണിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി പാക്കറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓരോ എനർജി പാക്കറ്റും h nu എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മൾക്ക് അത് സാധിച്ചില്ല. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കോൺസെപ്റ്റ് പ്രകാരമുള്ള ലൈറ്റിൻ്റെ നേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണെന്നും ഐൻസ്റ്റീൻ അങ്ങനെ അവസാനം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റിന് ഒരു ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ആ ലൈറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചറുള്ള ബിഹേവിയർ ആണ് എന്ന് പറഞ്ഞാൽ ചില എക്സ്പെരിമെൻറ്റുകളിൽ അതിന് പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉണ്ടാവും, ചില എക്സ്പെരിമെൻറ്റുകളിൽ വേവ് പ്രോപ്പർട്ടി ഉണ്ടാവും. ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് പ്രോപ്പർട്ടീസ്. ഒരു വേവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചില എക്സ്പെരിമെൻറ്റുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ചില എക്സ്പെരിമെൻറ്റുകളിൽ വേവ് നേച്ചർ കാണിക്കുന്നു, ചില എക്സ്പെരിമെൻറ്റുകളിൽ അത് പാർട്ടിക്കിൾ നേച്ചർ ട്രീറ്റ് ചെയ്തുകൊണ്ടേ അവസാനമുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനം കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈറ്റിനൊരു ഡ്യുവൽ നേച്ചറുണ്ട്. ആ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ ബിഹേവിയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോട്ടോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫോട്ടോൺ എന്ന് പറയുന്ന അതിൻ്റെ എനർജി നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക h nu പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫോട്ടോണിൻ്റെ എനർജി E=h nu എന്നുള്ള രീതിയിലാണ് നമ്മൾ. സോ we can treat electromagnetic wave as collection of photons. So photon എന്ന് പറയുമ്പോൾ ഫോട്ടോൺ എന്താണെന്ന് ചോദിച്ചാൽ ആ ഫോട്ടോൺ ബിഹേവിയർ, ഫോട്ടോൺ ലൈറ്റ് ക്വാണ്ടയുടെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ച് നമ്മളൊരു ക്വാണ്ടൈസേഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് വളരെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ്. ആ കോംപ്റ്റൺ ഇഫക്റ്റിൽ ലൈറ്റിനെ ഫോട്ടോൺ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോംപ്റ്റൺ ഇഫക്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രധാനമായും ഇതിൽ ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ് ക്ലിയർലി എസ്റ്റാബ്ലിഷസ് the particle properties of particle properties of wave. പാർട്ടിക്കിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റിനെ ഒരു കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോട്ടോൺസ് എന്ന് പറയുന്നത് നമുക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ ഫോട്ടോണിൻ്റെ എനർജി നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക E=h nu എന്നുള്ളതാണ്. ഫോട്ടോണിനൊരു ഡെഫിനിറ്റ് മൊമെൻറ്റം ഉണ്ട്. പാർട്ടിക്കിളാണ്. പാർട്ടിക്കിൾ ആകുമ്പോൾ ഒരു ഡെഫിനിറ്റ് മൊമെൻറ്റം ഉണ്ടായിരിക്കും. ആ ഡെഫിനിറ്റ് മൊമെൻറ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് h nu/c എന്നുള്ള രീതിയിലാണ്. E=pc എന്ന് എഴുതാം. സോ h nu=pc. സോ p=h nu/c എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഫോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 0 മാസുമായിരിക്കും. മാസ് ഈസ് 0. സോ we can treat light as a collection of 0 mass particles with energy h nu and momentum h nu/c. ഈ രൂപത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇപ്പം ലൈറ്റിനെ നമ്മൾ ഒരു പാർട്ടിക്കിൾ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിൽ, മോഡേൺ ക്വാണ്ടം മെക്കാനിക്സിൽ കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കോംപ്റ്റൺ ഇഫക്റ്റ് വളരെ കൃത്യമായിട്ട് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയെ
ലൈറ്റ് അല്ലെങ്കിൽ വേവ്സിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസിനെ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇഫക്റ്റാണ്, ഒരു എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷൻ തന്നെയാണ്. ആർതർ എച്ച് കോംപ്റ്റൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഏർലി 1920s ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ഓക്കെ, കോംപ്റ്റൺ ഇഫക്റ്റ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ക്വാണ്ടം തിയറിയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കോംപ്റ്റൺ ഇഫക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതും അദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേവ് നേച്ചറിനെയും പാർട്ടിക്കിൾ നേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഇലക്ട്രോണും ഫോട്ടോണും തമ്മിലുള്ള കൊളീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫോട്ടോൺ കൊളീഷൻ. കാരണം നമ്മൾ ഇലക്ട്രോണിനെ പാർട്ടിക്കിളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫോട്ടോണിനെയും പാർട്ടിക്കിളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിനെയും ഫോട്ടോണിനെയും പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്താൽ ഒരു ഫോട്ടോൺ ഇലക്ട്രോണിൽ വന്ന് കൊളൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 ബില്യാർഡ്സ് ബോൾസിനെ പോലെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ട്രീറ്റ് ചെയ്യാം. ഈ ബില്യാർഡ്സ് ബോൾസുകൾ വന്ന് കൂട്ടിയിടിക്കുന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ലൈറ്റിന് പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ആരോപിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ സാധ്യമാണോ എന്നുള്ളതാണ് കോംപ്റ്റൺ ഇഫക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോൺ ഇലക്ട്രോൺ കൊളീഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്കാറ്ററിങ് നടക്കുമ്പോൾ ആ സ്കാറ്ററിങ്ങിന് ശേഷം ഉണ്ടാകുന്ന സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെയും വേവ് ലെങ്ത്തുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നാണ് നമ്മൾ വേവ് ലെങ്ത്തും എനർജിയും മൊമെൻറ്റും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണെന്ന് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വേവ്സിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കളക്ഷൻ ഓഫ് ഫോട്ടോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ഇഫ് ദ ഫോട്ടോൺസ് ആർ ജസ്റ്റ് ലൈക്ക് പാർട്ടിക്കിൾസ്, വി ക്യാൻ ഇമാജിൻ എ കൊളീഷൻ ബിറ്റ്വീൻ an electron and photon. ഒരു അറ്റോമിക് ഇലക്ട്രോണും ഫോട്ടോണും തമ്മിലുള്ള കൊളീഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് വി ആർ കൺസിഡറിങ് photons as particles, then the fundamental question arises, ഈ ഫോട്ടോണും ഇലക്ട്രോണും കൊളൈഡ് ചെയ്യോ അതാണ് ചോദിക്കുന്നത്. Can we consider a collision between a photon and electron, as if both were billiards balls. ബില്യാർഡ്സിലെ ബോൾസ് കൊളൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കൊളീഷൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ, ഫോട്ടോൺ ഇലക്ട്രോൺ സ്കാറ്ററിങ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ഒരു സ്കാറ്ററിങ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അവിടെ സ്കാറ്ററിങ് സാധ്യമാണെന്ന് അസ്യൂം റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ സ്കാറ്ററിങ്ങിൽ നിന്ന് കിട്ടുന്ന കോംപ്റ്റൺ ഇഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് സ്കാറ്ററിങ്ങിൻ്റെ ഇഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കോംപ്റ്റൺ ഇഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡെമോൺസ്ട്രേഷനും കൂടി നമ്മൾ നടത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ
പ്രഡിക്റ്റ് ചെയ്ത കോംപ്റ്റൺ ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത് നമുക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് ഈ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ സ്വഭാവം കൃത്യമായി കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്ന കോംപ്റ്റൺ ഇഫക്റ്റ് നമുക്ക് കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ തിയററ്റിക്കലും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ, തിയററ്റിക്കലും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള റിസൾട്ടുകൾ അനലൈസ് ചെയ്യുകയും അങ്ങനെ ലൈറ്റിൻ്റെ ഒരു പാർട്ടിക്കിൾ സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, സോ നമുക്ക് കോംപ്റ്റൺ ഇഫക്റ്റിന് വേണ്ട എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമുക്ക് പറയുന്നതിന് മുമ്പ് ജനറലി ഒരു കോംപ്റ്റൺ ഇഫക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഒരു ടാർജറ്റ് ഇലക്ട്രോൺ എടുക്കുക. കൺസിഡർ a target electron. ഒരു മോണോക്രോമാറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഒരു ഫോട്ടോ, ഇൻസിഡൻറ്റ് ഫോട്ടോ വന്നു വീണിട്ട് ഈ ഫോട്ടോണാണ്, ഇതൊരു പാർട്ടിക്കിളാണ്, ഈ ടാർജറ്റ് ഇലക്ട്രോണും വന്ന് കൊളൈഡ് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്തിട്ട് ഈ ഫോട്ടോൺ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു. So this is the scattered photon. Also, the electron also scattered in another direction. കൂട്ടിയിടിച്ചിട്ട് വേറൊരു ഡയറക്ഷനിൽ പോകുന്നു എന്ന് വിചാരിച്ചു. The scattered electron. Initially target electron റസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം P = 0 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? ആൻഡ് ദ എനർജി E = m0c². ഇത് നമുക്ക് റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. m0 ആണ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എങ്കിൽ നമുക്ക് E = m0c² എന്ന് എഴുതാം. ഇവിടെ ഇൻസിഡൻറ്റ് ഫോട്ടോൺ വരുന്നുണ്ട്. ഞാൻ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജീനെ hν എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. So energy of the incident photon is hν and momentum of the incident photon is hν/c. Momentum E = pc എന്ന് പറഞ്ഞാൽ hν/c. Scattered photonന്റെ momentum എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് വേറൊരു hν' അനദർ ഫ്രീക്വൻസിയിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. മൊമെൻറ്റം എന്ന് പറയുന്നത് hν'/c എന്ന് വരും. ഈ ആംഗിളിനെ ഫൈ എന്നും ഈ ആംഗിളിനെ തീറ്റ എന്നും പറയും. അതായത് സ്കാറ്റേർഡ് ഫോട്ടോണും ഒറിജിനൽ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. സ്കാറ്റേർഡ് ഇലക്ട്രോണും ഒറിജിനൽ ഫോട്ടോണിൻ്റെ ഡയറക്ഷനും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ തീറ്റയുമാണ്. ഇത് സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം P എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനീഷ്യലി 0 ആയിരുന്നു, റസ്റ്റിലായിരുന്നു. ഫോട്ടോൺ വന്ന് ഇടിച്ചപ്പോൾ ഫോട്ടോൺ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോയി, മറ്റൊരു ഡയറക്ഷനിലേക്ക് ഇലക്ട്രോണും സ്കാറ്റർ ചെയ്ത് പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ സ്കാറ്ററിംഗ് ആണ് ഇവിടെ നടന്നത്. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അത് ഒരു പാർട്ടിക്കിൾ സ്വഭാവം കാണിക്കുന്ന ഒരു ബിഹേവിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു ബില്യാർഡ് ബോർഡ്സിലെ പോലെ, 2 ബില്യാർഡ്സ് ബോൾസ് കൂട്ടിയിടിക്കുന്ന പോലെ ഒരു ഫോട്ടോണും ഒരു ഇലക്ട്രോണും കൂട്ടിയിടിക്കുന്നു. എന്നിട്ട് ഒരു സ്കാറ്റേർഡ് ഫോട്ടോണും സ്കാറ്റേർഡ് ഇലക്ട്രോണും ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ടാർജറ്റ് ഇലക്ട്രോൺ എടുക്കുന്നു. ആ ടാർജറ്റ് ഇലക്ട്രോണുമേ ഒരു ഫോട്ടോൺ വന്ന് ഇടിക്കുന്നു. ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇലക്ട്രോൺ റീകോയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്ത് വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പെരിമെൻറ്റ്. കോംപ്റ്റൺ ഇഫക്റ്റ് ഇതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എനർജിയും കൂടി എഴുതാം. എനർജി നമുക്ക് എങ്ങനെ, ടോട്ടൽ എനർജി, സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. √p² c² + m02 c⁴.
ഈ രണ്ട് ഇത് നമുക്ക് റിലേറ്റിവിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത റിലേഷനാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിൻ്റെ എനർജി നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതും റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടിയ റിലേഷനാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ മൊമെൻറ്റം പി ആണെങ്കിൽ എനർജി എന്ന് പറയുന്നത് √p²c² + m02 c⁻⁴. സോ കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ വരുന്ന എനർജി എത്രയാണ്? വരുന്ന എനർജി ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ, എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് h nu. വാട്ട് ഈസ് ദ എനർജി ഓഫ് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ? എനർജി ഓഫ് ദ scattered photon, it is h nu prime. അപ്പോൾ നമ്മളുടെ ചോദ്യം, ഇത് രണ്ടും സെയിം ആവുമോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഫോട്ടോൺ ഇലക്ട്രോണുമ്പോൾ വന്ന് വീഴുമ്പോൾ ഇലക്ട്രോണും ഫോട്ടോണും കൊളീഷൻ നടന്നിട്ട് സ്കാറ്റേർഡ് ഫോട്ടോൺ പോകുമ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ടോട്ടൽ എനർജി വരുന്നു, അത് സ്കാറ്റേർഡ് ഫോട്ടോണിനും സ്കാറ്റേർഡ് ഇലക്ട്രോണിനുമായിട്ട് വീതിച്ചു പോകുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയേക്കാളും കുറവായിരിക്കും. അപ്പോൾ എത്ര എനർജിയാണ് നഷ്ടപ്പെട്ടത്, സ്കാറ്റേർഡ് ഫോട്ടോണിന് നഷ്ടപ്പെട്ടത് എങ്കിൽ അത്രയും എനർജി ഇലക്ട്രോൺ അക്വയർ ചെയ്തിട്ടുണ്ടാവും, സ്കാറ്റേർഡ് ഇലക്ട്രോൺ അക്വയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇഫ് ദ ലോസ് ഓഫ് ഫോട്ടോൺ എനർജി is equal to gain of electron energy. Loss of photon energy എന്ന് പറയുമ്പോൾ h nu മൈനസ് h nu prime എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. Gain of electron energy, it is the kinetic energy of the scattered electron. You can take this as equation number 1. Okay, and momentum of the photon is equal to h nu by c, which is the initial momentum of the photon. Initial momentum of the photon can be taken as h nu by c, which is equation number 2. ഇത് രണ്ടും ക്ലിയർ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് നമുക്കിപ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻ എഴുതി, എനർജി കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ലോസ് ഓഫ് ഫോട്ടോൺ എനർജിയാണ് ഗെയിൻ ഇൻ ഇലക്ട്രോൺ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. ഇവിടെ നമുക്ക് വേറൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇതാണ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ വരുന്നത് എങ്കിൽ ഇതാണ് ടാർജറ്റ് എന്ന് വിചാരിക്കുക, ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് h nu by c ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ. എന്നിട്ടോ അവൻ സ്കാറ്റേർഡ് ഫോട്ടോൺ ഈ ഡയറക്ഷനിലും സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഈ ഡയറക്ഷനിലും വരുന്നു. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. നമുക്കിതിനെ ഫൈ എന്നും ഇതിനെ തീറ്റ എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് h nu by c ആണ്. ഇതിൻ്റെ മൊമെൻറ്റോ ഇൻസിഡൻറ്റ് ഇലക്ട്രോണിൻ്റെ ടാർജറ്റ് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റോ 0 ആണ്. അതിന് ശേഷം സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്
എച്ച് ന്യൂ പ്രൈം ബൈ സി ആണ്, ഈ ഡയറക്ഷനിലാണ് വരിക. മൊമെന്റം വെക്ടർ ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലാണ് വരിക. സ്കാറ്റേർഡ് ഇലക്ട്രോണിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് പി ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺ. സ്കാറ്റേർഡ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ ഡയഗ്രത്തിനെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് ഡയറക്ഷൻ നമുക്ക് ആരോപിക്കാം. ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഡയറക്ഷനും അതിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ഡയറക്ഷനും നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ മൊമെന്റം വെക്ടേഴ്സിനെ റിസോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്താൽ, ഈ മൊമെന്റം വെക്ടറിനെ റിസോൾവ് ചെയ്താൽ you can resolve this h nu prime by c into two components, one along the direction of the original photon, x-axis എന്ന് പറയുകയാണെങ്കിൽ h nu prime by c cos phi എന്ന് വരും, and the vertical component is h nu prime by c into sin phi. So we can resolve this vector into two components, one along in this direction and one perpendicular to this direction. So the first component is h nu, this ഈ direction ഉള്ളത് h nu prime by c into cos phi ആയിരിക്കും, ഇത് h nu prime by c into sin phi ആയിരിക്കും. ഇനി what about സ്കാറ്റേർഡ് ഇലക്ട്രോൺ? ഈ പി എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് പി കോസ് തീറ്റ വരും, മറ്റൊന്ന് എന്ന് പറയുന്നത് പി സൈൻ തീറ്റ വരും. പി സൈൻ തീറ്റ, the direction of p sin theta is downward. So you can resolve this vector into two components, p cos theta along the direction of the incident photon and p sin theta is the perpendicular to the direction of the incident photon. So ഇതാണ് വെക്ടർ ഡയഗ്രാം. വെക്ടർ ഡയഗ്രാം of Compton effect. Vector diagram in Compton effect. Vector diagram of momentum. Vector diagram of momentum in Compton effect. നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ഫിഗർ ഒന്ന് വായിക്കുന്നു. ഈ ഫിഗർ എല്ലാവരുടെയും മെമ്മറിയിൽ ഉണ്ടാവും വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളുടെ മൊമെന്റത്തിന്റെ. ഇപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അറിയാം. ഏത് പ്രോസസ് ആയാലും കൺസർവേഷൻ ഓഫ് മൊമെന്റം വയലേറ്റ് ചെയ്യില്ല, കൺസർവേഷൻ ഓഫ് മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യും. will be satisfied in all processes. ഈ കൊളീഷൻ പ്രോബ്ലത്തിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ മൊമെന്റം എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മൊമെന്റത്തിനെ നമുക്ക് ഈ വെക്റ്ററിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ വൺ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് അതർ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഈ രണ്ട് ഡയറക്ഷനിലും മ്യൂച്വലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി മൊമെന്റം കൺസർവ് ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രിൻസിപ്പിൾ പ്രകാരം ഇതൊരു മൊമെന്റം ഒരു വെക്ടർ ആയതുകൊണ്ട് തന്നെ if you are resolving the momentum components, if you are resolving the momentum vector into two components, then the components of momentum will also satisfies the conservation principle. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചാൽ, in every collision problem, momentum must be conserved in mutually perpendicular directions.
സെപ്പറേറ്റ്ലി. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫോട്ടോണിൻ്റെ ഇൻസിഡൻറ്റ് ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലും നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൃത്യമായിട്ട് എഴുതാം. അതായത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ നമുക്കറിയാം ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ will be equal to total momentum after collision. Initial momentum must be equal to final momentum. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്താ? ഫോട്ടോണും ഉണ്ട്, ഇവിടെ ഇലക്ട്രോണും ഉണ്ട്. ഫോട്ടോണിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് h/c. നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. h/c. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇനി ഈ ഡയറക്ഷനിലുള്ള സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ കമ്പോണൻ്റ് എന്ത് വരും? h/c cos phi പ്ലസ് p cos theta. ഓക്കെ, സോ ഇതാണ് ആ ഡയറക്ഷനിലുള്ള മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻറ്റുകൾ. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3 കിട്ടി. In perpendicular direction എന്ത് വരും? In perpendicular direction what we will write? Perpendicular direction ആവുമ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം ആ ഡയറക്ഷനിൽ 0 ആണ്. ഇലക്ട്രോണിൻ്റെയും മൊമെൻറ്റം 0 ആണ്. 0 + 0 = h/c sin phi. പിന്നെ p sin theta ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ p sin theta. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം നമുക്ക് കിട്ടിക്കഴിയും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. യു മൾട്ടിപ്ലൈ, ഇവിടെ ഫൈ എന്താണെന്ന് അറിയാം, തീറ്റ എന്താണെന്ന് അറിയാം. യു മൾട്ടിപ്ലൈ equation number 3 and 4 by c. എന്ത് വരും? h/nu is equal to h/nu prime cos phi plus pc cos theta. ഇക്വേഷൻ നമ്പർ 3ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് 0 is equal to h/nu prime sin phi minus pc sin theta. ഇത് രണ്ടും കിട്ടി. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. pc cos theta is equal to h/nu minus h/nu prime cos phi and pc sin theta is equal to h/nu prime sin phi. You take it as equation number 5. This is equation number 6. ഈ രണ്ട് ഇക്വേഷനും സ്ക്വയർ ചെയ്യുക. Squaring and adding. എന്ത് വരും? p square c square cos square theta plus sin square theta is equal to h/nu minus h/nu prime cos phi whole square plus h/nu prime whole square sin square phi. ഓക്കെ, ഇത് കിട്ടി. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇതെന്തായി? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി. പി സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു h/nu ദ ഹോൾ സ്ക്വയർ a മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് h/nu പ്രൈം ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ മൈനസ് 2h/nu പ്രൈം കോസ് ഫൈ പ്ലസ്
h nu prime whole square sin square phi. Okay. So ഒന്നും കൂടി അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ടേമിനെയും സെക്കൻഡ് ടേമിനെയും ലാസ്റ്റ് ടേമിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ cos square phi plus sin square phi എന്ന് വരും. It will be again 1. So the result will be p square c square will be equal to h nu the whole square minus 2 h nu prime cos phi plus h nu prime the whole square. This is equation number 7. Equation number 7 കിട്ടി. ഓക്കെ, ഇപ്പം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി റിലേറ്റിവിറ്റിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. E is equal to mc square നമ്മൾ പഠിച്ചിട്ടുണ്ട്. Or kinetic energy E is equal to m minus m naught c square. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ mc square is equal to kinetic energy plus m naught c square. സംശയമില്ലാത്ത കാര്യമാണ്. E is equal to kinetic energy plus m naught c square. Also, we know, so you put it as equation number 8. This is equation number 9. Also, E square is equal to p square c square plus m naught square c raised to 4. നമുക്കറിയാം ഇവിടെ എം നോട്ട് എന്ന് പറഞ്ഞാൽ റസ്റ്റ് മാസ് ആണ്, എം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് ആണ്. റസ്റ്റ് മാസും റിലേറ്റിവിസ്റ്റിക് മാസും ഒക്കെ നമുക്ക് റിലേഷൻ അറിയാം. മാസ് എനർജി ഇക്വലൻസിന്റെ റിലേഷൻ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഈ രൂപത്തിൽ ചേഞ്ച് ഇൻ മാസ് ഇൻറ്റു സി സ്ക്വയർ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം നോട്ട് സ്ക്വയർ സി റേസ് ടു 4 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. സോ ഇ സ്ക്വയറിന് പകരം കൈനറ്റിക് എനർജി പ്ലസ് എം നോട്ട് സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം നോട്ട് സ്ക്വയർ സി റേസ് ടു 4 എന്ന് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എൽ എച്ച് എസിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? കൈനറ്റിക് എനർജി ദ ഹോൾ സ്ക്വയർ പ്ലസ് എം നോട്ട് സ്ക്വയർ സി റേസ് ടു 4 plus 2 into kinetic energy 2 m naught c square into kinetic energy is equal to p square c square plus m naught square c raised to 4. ഇവിടെ m naught square c raised to 4 ഈ രണ്ട് സൈഡിലെയും m naught square c raised to 4 വെട്ടിപ്പോകും. അപ്പോൾ എന്ത് വരും? p square c square is equal to kinetic energy whole square plus 2m naught c square into kinetic energy. ഇങ്ങനെ എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 10 കൊടുക്കുക. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 11. സോ റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടിയ റിലേഷനാണിത്. റിലേറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പി സ്ക്വയർ സി സ്ക്വയർ സിക്വൽ ടു കൈനറ്റിക് എനർജി ഹോൾ സ്ക്വയർ പ്ലസ് 2 എം നോട്ട് സി സ്ക്വയർ ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് പറയും. ഇവിടെ എം നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ കേസിലുള്ള സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ മാസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റെസ്റ്റ് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ കിട്ടി. പി സ്ക്വയർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 എം നോട്ട് സി സ്ക്വയർ ഇൻറ്റു കൈനറ്റിക് എനർജി. പക്ഷേ ഇവിടുത്തെ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സ്കാറ്റേർഡ് ഇലക്ട്രോൺ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം എന്നാണ്. ലോസ് ഓഫ് ഫോട്ടോൺ എനർജി എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം ആണ്. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് റിസൾട്ട്. ദിസ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 1
You substitute this result in equation number 11. So you can write it as P square C square is equal to H nu minus H nu prime whole square plus 2 m naught C square into H nu minus H nu prime. Okay. So നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. H nu the whole square plus H nu prime whole square minus 2 H nu prime plus 2 m naught C square into H nu minus H nu prime. You take it as equation number 12. നമുക്ക് ഇക്വേഷൻ നമ്പർ 7ൽ നിന്ന് പി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് ന്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 എച്ച് ന്യൂ പ്രൈം കോസ് 5 പ്ലസ് എച്ച് ന്യൂ പ്രൈം ദ ഹോൾ സ്ക്വയർ എന്നെഴുതും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ 7ൽ നിന്ന് കിട്ടിയ റിലേഷൻ. ഈ റിലേഷൻ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 7 ഇൻ ഇക്വേഷൻ നമ്പർ 12 നമുക്ക് LHSൽ ഈ റിലേഷൻ കൊടുക്കാം. എച്ച് ന്യൂ ഹോൾ സ്ക്വയർ മൈനസ് 2 H nu prime cos phi plus H nu prime whole square is equal to H nu whole square plus H nu prime whole square minus 2 H nu prime plus 2 m naught C square into H nu minus H nu prime. Okay. അപ്പോൾ നമുക്ക് ഇവിടെ H nu whole square ഉണ്ട്, ഇവിടെ H nu whole square ഉണ്ട്, H nu prime whole square ഉണ്ട്, H nu prime whole square ഉണ്ട്. രണ്ടും വെട്ടിപ്പോയി. ബാക്കി വരുന്ന ടേം മാത്രമാണ് നിലനിൽക്കുക. അപ്പോൾ നമുക്കത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ടേമിനെ മാത്രം ഇവിടെ നിർത്തിയാൽ 2 m naught C square into H nu minus H nu prime is equal to 2 H nu prime ഇവരെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തു പ്ലസ് minus 2 H nu prime cos phi എന്ന് വന്നു. Okay, this is the relation. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇപ്പം എന്തായി? 2 m naught C square into H nu minus H nu prime is equal to 2 H nu into H nu prime into 1 minus cos phi. This you can write it as equation number 13. Okay. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസിയിലാണ് എഴുതിയത്. എച്ച് ന്യൂ എന്ന് പറയുന്നത് HC ബൈ ലാംഡയൊക്കെ റീഅറേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്തിന്റെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ആണ് നമ്മൾ കോംപ്ടൺ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്
എന്താ പറയുക, സ്കാറ്ററിങ്ങിന് ശേഷം വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ 13 by 2h square c square ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായി, 2m0 c square by 2h square c square into h nu minus h nu prime is equal to 2h nu prime by 2h square c square into 1 minus cos phi. എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, സോ ദ റിസൾട്ട് വിൽ ബി, നമ്മൾ എച്ച് എന്ന് പറയുന്നത് ഇവിടെ സി സ്ക്വയർ വെട്ടിപ്പോവും, 2 വെട്ടിപ്പോവും. സോ എം നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഇവിടുത്തെ എച്ചും വെട്ടിപ്പോവും. ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ പ്രൈം എന്ന് വരും. ഇസ് ഈക്വൽ ടു, ഈ രണ്ടും വെട്ടിപ്പോയി. ഇവിടെ എച്ചും എച്ച് സ്ക്വയർ വെട്ടിപ്പോയി. അപ്പോൾ ന്യൂ പ്രൈം ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, so this is the relation. You can take this as equation number 14. ഒരു ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ്. ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യു പുട്ട് c is equal to nu lambda and it can be written as nu prime lambda prime. രണ്ട് ഫ്രീക്വൻസി, അതായത് സ്കാറ്ററിങ്ങിന് മുമ്പും സ്കാറ്ററിങ്ങിന് ശേഷമുള്ള ഫ്രീക്വൻസി ന്യൂ പ്രൈമും ലാംഡ പ്രൈമും ആണെങ്കിൽ, ഫ്രീക്വൻസി ന്യൂ പ്രൈമും വേവ് ലെങ്ത് ലാംഡ പ്രൈമും ആണെങ്കിൽ, ഇനീഷ്യലി ഫോട്ടോണിൻ്റെ മൊമെൻ്റം എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂവും ഇനീഷ്യൽ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ ഫോട്ടോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി is equal to ന്യൂ ലാംഡ is equal to ന്യൂ പ്രൈം ലാംഡ പ്രൈം എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ന്യൂ is equal to സി ബൈ ലാംഡ ആൻഡ് ന്യൂ പ്രൈം ഈസ് സി ബൈ ലാംഡ പ്രൈം. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substitute this in equation number 14. So m0 by h into ന്യൂന് പകരം c by lambda എന്ന് കൊടുക്കുക, മൈനസ് c by lambda prime is equal to c by lambda prime ന്യൂ prime by c square into 1 minus cos phi. ഓക്കെ, അപ്പോൾ ഈ സി സ്ക്വയറും ഇത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എം നോട്ട് സി ബൈ എച്ച് ഇൻറ്റു 1 by lambda minus 1 by lambda prime is equal to 1 minus cos phi divided by lambda prime. Okay, so the result will be m naught c by h into, ഇവിടെ എൽ സി എടുക്കുമ്പോൾ ലാംഡ പ്രൈം മൈനസ് ലാംഡ വരും, ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ ഡിവൈഡഡ് ബൈ ലാംഡ പ്രൈം. അപ്പോൾ ആ ലാംഡ പ്രൈം രണ്ട് സൈഡിലും വെട്ടിപ്പോവും. അപ്പോൾ ലാംഡ പ്രൈം മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം നോട്ട് സി ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. ദിസ് ഈസ് ആക്ച്വലി ഡെൽറ്റ ലാംഡ പ്രൈം എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്തും ലാംഡ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്തുമാണ്. ഫൈ എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ആംഗിൾ ബിറ്റ്വീൻ സ്കാറ്റേർഡ് ഫോട്ടോൺ and incident photon. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വേവ് ലെങ്ത്തിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. എച്ച് ബൈ എം നോട്ട് സി ഇൻറ്റു
1 മൈനസ് കോസ് ഫൈ. അവിടെയാണ് വേവ് ലെങ്ത് ചേഞ്ച് ഉണ്ടാവുന്നത്. ആ വേവ് ലെങ്ത് ചേഞ്ച് നമുക്ക് ഒബ്സർവ്, ഇതിനെയാണ് നമ്മൾ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിസിക്കൽ ഫിനോമിനയാണ് കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ ഷിഫ്റ്റ് ലാംഡ പ്രൈം മൈനസ് ലാംഡ ഈസ് കോൾഡ് the Compton shift. Compton shift. The phenomena ഇതിന് ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുക്കാം. Phenomena equation number 15 describes is called Compton effect. കോംപ്റ്റൺ ഇഫക്റ്റ്. ഇനി ഈ വേവ് ലെങ്ത്തിന് എത്രത്തോളം വ്യത്യാസം വരും, ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലൈറ്റ് വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏത് സെക്ഷനിലുള്ള ലൈറ്റ് വേവ്സ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇതിന് തുടർന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത വീഡിയോയിൽ ഈ കോംപ്റ്റൺ ഷിഫ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും. അത് എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അത് ഏത് ടൈപ്പ് വേവ്സിനാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക, എക്സ്പെരിമെൻ്റലി ഇതെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അതെങ്ങനെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനും തിയററ്റിക്കൽ റിസൾട്ടും എങ്ങനെ കമ്പയറബിൾ ആണ്.